ഒരു നിമിഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്, ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത്, ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും, ഞങ്ങളതിനെ പിന്തുണയ്ക്കും. പക്ഷേ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 കൊല്ലം മുമ്പ് LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2500 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. അത് 4.5 കൊല്ലം 4.25 ഇനിയിപ്പോൾ എത്ര സമയമുണ്ട്, അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും, മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 4.5 കൊല്ലത്തിലധികം കാലം ഇത് ചെയ്തില്ല, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാണ്? യഥാർത്ഥത്തിൽ 900 രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ്. 900 രൂപ വെച്ച് കഴിഞ്ഞ ഈ 4.5 കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു 52,000 രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ. അപ്പോൾ 2500 രൂപ ആക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. കൂട്ടിയത് നല്ല കാര്യം, 400 എങ്കിൽ 400 കൂട്ടിയത് നല്ല കാര്യം. 5 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ. 5 മാസം പെൻഷൻ മുടക്കിയ ആളല്ല, കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല, ഒരിക്കലും എതിർക്കില്ല. പക്ഷേ 2500 തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് അത് 400 രൂപ കൂട്ടി 2000 ആക്കിയത്. എന്നാൽ 2500 പ്രഖ്യാപിച്ച് 2500 ആക്കാൻ പാടില്ലേ? ആക്കിയില്ല. ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്, അംഗൻവാടിക്കാർക്ക്, ആശാ വർക്കർമാർക്ക് അവർക്ക് 1000 രൂപ കൂട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം 33 രൂപ. ആശാ വർക്കർമാർ സമരത്തിലായിരുന്നു. ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ എത്രയാണ്? അവർ ചോദിച്ചത് 700 രൂപയാണ് മിനിമം വേതനം ഒരു ദിവസത്തെ. അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 233 രൂപയാണ്. 33 രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കുക. 33 രൂപയാണ് കൂടുതൽ. കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു. എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് 33 രൂപയാണ്. അത് തെറ്റാണ്. അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം. ഇപ്പം പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷേമനിധി 2500 കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ, ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ 18-19 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ 1800 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ്. മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല. സപ്ലൈകോയിൽ 2215 കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കടെ എത്രയാണ് തരിക? 110 കോടി. കളിയാക്കാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വഴിയാണ്. സപ്ലൈകോയ്ക്ക് 2215 കോടി കൊടുക്കാനുള്ളപ്പോൾ 110 കോടി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വലിയൊരു പ്രഖ്യാപനം, പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഗ്രാൻഡ് കൊടുക്കും. ഞങ്ങൾ